രഞ്ജിത്ത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രധാനപ്പെട്ട സംഘടനകൾ ആരും തന്നെ ഇതുവരേക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ നടക്കുന്നതിനിടയിലാണ് നടൻ ബാല ഈ വിഷയത്തിൽ തന്റെ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചേട്ടാ, ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്ന 5 ദിവസം കഴിഞ്ഞിട്ടും സംഘടനകളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. എന്താണ് ആ ഒരു വിഷയത്തിൽ അവരുടെ ഒരു മൗനത്തിനോട് ചേട്ടന്റെ മറുപടി ഏത് വിധത്തിലാണ്? ഇത് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം, ബാലാന്ന് പറയുന്ന ഒരു നടനല്ല, ഒരു വ്യക്തി ആൾറെഡി ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഹേമ കമ്മീഷൻ വരുന്ന മുമ്പേ കുറേ കേസുകളുണ്ട്, കോർട്ടിലുണ്ട്, പോലീസിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികാരം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ 5 ദിവസത്തെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 5 ദിവസമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഞാൻ ചോദിக்கிறேன், 10 വർഷമായിട്ടേ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. കേരളം തിരിഞ്ഞു നോക്കിയ കേസ് 7 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും സംഭവിച്ചോ? പിന്നെ എന്തിനാ എല്ലാ ചാനലും 5 ദിവസം ഇരിക്കും? സാധാരണക്കാരൻ റോട്ടിൽ പോറവർക്ക് കൂടെ മനസ്സിലാവുന്ന ഒരു കാര്യം, എത്രയോ സെക്ഷൽ അബ്യൂസ് കേസ് പോലീസ് സ്റ്റേഷനിലുണ്ട്, പോയിട്ടുണ്ട്, കോടതിയിലുണ്ട്. അതൊക്കെല്ലാം നിയമം കിട്ടിയിട്ടുണ്ടോ? പെൻഡിങ് കേസസ് എത്ര ഉണ്ട്? അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ ഹേമ കമ്മീഷൻ വന്നിരിക്കുന്നത്. അടുത്ത് ഇത്തരത്തില് ഈ ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ ഒരു പവർ ഗ്രൂപ്പ്, താങ്കൾ ഒരുപാട് ഈ പറയുന്ന നമ്മുടെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന താരരാജാക്കന്മാരോടൊപ്പം അഭിനയിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വേർതിരിവ് இந்த ചോദ്യമേ തപ്പ്, ആറ്റിറ്റ്യൂഡേ തെറ്റാണ്. ഇപ്പൊ എന്താ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? இந்த പവർ ഗ്രൂപ്പിൽ ഉള്ള താരരാജാക്കന്മാർ കൂടെ ബാല അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. அந்த പവർ ഗ്രൂപ്പ് ആരാന്ന് എനിക്കറിയാമോ? അതിൽ ഏത് രാജാവെയാണ് പറയുന്നത്, ഉദ്ദേശിച്ച് പറഞ്ഞത്? പറയും. പേരെടുത്ത് നമ്മൾ പറയുന്നില്ല എങ്കിൽ പോലും നമുക്കറിയാം ആര് കൂടെ അഭിനയിച്ചു എനിക്കറിയില്ല. ആര് കൂടെയാണ് അഭിനയിച്ചത്? അന്ത ലിസ്റ്റിൽ ഇരിക്കുന്ന പേര് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വ്യക്തമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു അല്ലേ? നിങ്ങളാണ് ചോദിച്ചത്. പവർ ബാങ്ക്, പവർ ഗ്രൂപ്പ്, അതിലിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് ചോദിച്ചത് നിങ്ങൾ തന്നെ. ഈ ഒരു കേസില് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണ്? മീഡിയ ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ചാൽ, ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവരെ ടാർഗറ്റ് பண்ணாதீங்க. அதனால ஒரு பப்ளிசிட்டி. அப்ப என்ன ஆகுதுன்னா, ശരിക്കും തെറ്റ് ചെയ്യുന്ന ആളുകള് அவருக்கு ஒரு லூப் ஹோல் கொடுக்குறீங்க, அவங்க எஸ்கேப் ஆகி ஓடிடுவான். நீங்க அட்டாக் பண்றது அசோசியேஷன், அட்டாக் பண்றது ഹൈ ലെവൽ സെലിബ്രിറ്റീസ് ഇല്ല. ശിക്ഷ കിട്ടേണ്ടത് யாருக்கு? ശരിക്കും തെറ്റ് ചെയ്യുന്നവനക്കാണ് ശിക്ഷ കിട്ടേണ്ടത്. அதை ഡീവിയേറ്റ് பண்ணி ഈ രാജാക്കള് പവർ ലിസ്റ്റ് இந்த ഹേമ കമ്മീഷൻ റിപ്പോർട്ടില് ഇത്രയും ആര് പറഞ്ഞു? എങ്ങനെ നിങ്ങൾ പേരൊക്കെ വിട്ടു? ഇന്ന് രാവിലെ നിങ്ങൾ തന്നെ ഈ ഇന്റർവ്യൂ എടുക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഫസ്റ്റ് ചോദ്യം, നടൻ ബാല റിപ്പോർട്ട് പുറത്തു വിടുമെന്ന് പറഞ്ഞിരുന്നു എന്ന്. ഇങ്ങനെയാണ് നിങ്ങൾ എനിക്ക് ഈ വിളിച്ചത് എന്നെ രാവിലെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യം നിങ്ങൾ വേണേ ചോദിച്ചോ, ലിസ്റ്റ് പുറത്തു വിടുമെന്ന് ചോദിക്കുക. അങ്ങനെയല്ല വിളിച്ചത് തന്നെ. നടൻ ബാല 15 പേർ സംഘത്തോടെ ലിസ്റ്റ് പുറത്തു വിടുമെന്ന്. ഇന്ന് കമ്മീഷൻ പേരെന്താ? ഹേമ കമ്മീഷൻ. ബാല കമ്മീഷൻ അല്ലല്ലോ. ഹേമ കമ്മീഷൻ അല്ലേ, ബാല കമ്മീഷൻ അല്ലല്ലോ. ഞാനാരാ? ഞാൻ ഗവൺമെന്റാ? ഞാൻ റിപ്പോർട്ട് എഴുതുന്ന? നിങ്ങൾ ചിന്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തിനാ 5 കൊല്ലം എടുത്തത്? 5 കൊല്ലത്തേക്ക് എന്തിനാ 1 കോടി രൂപ? അപ്പൊ ഒരു മാസം ചെലവ് 1,75,000 രൂപ. ഒരു മാസം ചെലവ് 1,75,000 രൂപ വെച്ചിട്ടാണോ 5 വർഷം നിങ്ങൾ ചെലവ് ചെയ്ത് 1 കോടി രൂപ ചെലവ് ചെയ്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയത്? ഇതുപോലെ കുറെ ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദിക്കേ, ഇതൊക്കെ ലോജിക്കലായിട്ടുള്ള ചോദ്യം. അത് വിട്ടിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് പண்றது, യു ആർ ടേക്കിംഗ് ദ ടോപ്പിക് സംവെയർ, വേറെ എവിടെയോ കൊണ്ടുപോകുന്നുണ്ട്. കള്ളന്മാർ അങ്ങനെയാ എസ്കേപ്പ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണ വിധേയരായി എന്ന് പറയപ്പെടുന്ന, അതായത് ഈ റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ട ആരോപണ വിധേയരുടെ പേര് പുറത്തുവിടുകയല്ലേ ചെയ്യേണ്ടത്? റിപ്പോർട്ട് தெரியாதம்மா. அப்புறம் எப்படி யார் പുറത്തു പോയെന്ന് എനിക്കറിയാം. റിപ്പോർട്ട് അറിയാമോ? ആ പേരറിയാമോ? അറിയില്ലല്ലോ. അത് പുറത്തുവിടേണ്ടതല്ലേ?
ஆரோபண விதேயராயரோட பேரு புறத்து விடேண்டதல்லே அப்பனா இந்த ரிப்போர்ட்டுக்கு முன்னாடி இருந்த செலிபிரிட்டிஸ் எத்தனை கேசஸ் உண்டல்ல 2 പേര് പറ ചുമ്മാ പറ അറിയുന്ന പേര് പറ മടിക്കുന്നുണ്ടോ ഇല്ല ദിലീപ് പിന്നെ വിജയ് ബാബു അടക്കമുള്ളവരുടെ പേരിൽ ഇത്തരത്തിൽ ആരോപണങ്ങളുണ്ട് ശരി அந்த കേസിൽ എന്നാச்சு അത് കോടതിയിൽ അതിന്റേതായിട്ടുള്ള പ്രൊസീജിയറിലും കേസും ഒക്കെ ആയിട്ട് നടക്കുകയല്ലേ എത്ര വർഷം കോടതിക്ക് അതിന്റേതായിട്ടൊരു സമയം അതിനായിട്ടൊരു സമയമുണ്ട് മക്കളെ എല്ലാവരും കേട്ടോളൂ ഇപ്പൊ ചൈൽഡ് അബ്യൂസ് കേസ് ഇതിലുണ്ട് அந்த ചൈൽഡ് അമ്മുമായി ആയ ശേഷം വിധി വരും ഇതാണോ നിയമം ഇവിടെ ஒருத்தன் தப்பு பண்ணியிருக்கானா அவன் തെറ്റ് ചെയ്തോ ഇല്ലയോന്ന് കണ്ടുപിടിക്കണം തെറ്റ് ചെയ്തില്ലെങ്കിൽ അവൻ ഇപ്പോ ദിലീപയുടെ കേസ് നിങ്ങൾ എടുത്തോളൂ ദിലീപ് ഏട്ടൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ 7 വർഷമായിട്ട് ഒരു മാനസിക അവസ്ഥയിലായിരിക്കും അല്ലേ പുള്ളിക്ക് മകളുമുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിച്ചകത്തിട് എന്തെങ്കിലും ഒന്ന് ചെയ്യ് 7 വർഷം அதுக்கே ஒரு நியமம் வந்துட்டில்ல விதி வந்துட்டில்ல ரிசல்ட் வந்துட்டில்ல இப்ப ஹேமா கமிஷன் நீங்க கொண்டு வந்து வச்சிருக்கீங்க இதுக்கு எப்ப வரும்னு விசாரிச்சு இப்ப 5 வருஷம் எடுத்து ഇനി 5 വർഷം അപ്പുറത്തെ സൈഡ് ഇരിക്കുന്നവരോട് അന്വേഷണം നടത്തും ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് വിധി വരും എല്ലാം മറന്നു പോകുമ്പോ അതിനു മുമ്പ് ഇവിടെ തന്നെ മീഡിയയില് വന്നപ്പോ നമ്മ ലാൻഡ് സ്ലൈഡെ കുറിച്ച് സംസാരിച്ചു അടുത്ത് വയനാട് ഇപ്പൊ വയനാട് കുറിച്ച് എന്തെങ്കിലും ന്യൂസ് വരുന്നുണ്ടോ ഹേമ കമ്മീഷൻ മാത്രമല്ലേ ഇത് കഴിഞ്ഞാൽ അടുത്ത് മുല്ലപ്പെരിയാറ് ബാധിക്കപ്പെട്ടവൻ കഷ്ടപ്പെട്ടവനുക്ക് വിധി അവൻ ഒരു പ്രതീക്ഷയിലിരിക്കാം മുമ്പ് പറഞ്ഞതുപോലെ പൈസക്ക് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും കള്ള കേസ് കൊടുത്ത് ആണുകളെ ചതിക്കുന്ന പെണ്ണുകൾ ഒരുപാട് പേരുണ്ട് അതേപോലെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ട് പെണ്ണുകളെ യൂസ് ചെയ്യുന്ന ആണുകളുമുണ്ട് ഇതിൽ ആണോ പെണ്ണോ അല്ല ജെൻഡർ വേരിയേഷൻ അല്ല ആര് തെറ്റ് ചെയ്തോ അവർക്ക് ശിക്ഷ കൊടുക്കാൻ ഉള്ള വകുപ്പ് ഇവിടെ കേരളത്തിലെ നിയമത്തിൽ ഉണ്ടോ മിനിങ്ങാനും ഉണ്ടാക്കിയ ഭക്ഷണത്തെ ഇന്ന് രാത്രി ആ ചട്നി കഴിക്കാൻ പറ്റില്ല ആരെങ്കിലും കഴിക്കുവോ കഴിക്കത്തില്ല അതേപോലെയാണ് 4 ദിവസം ലാൻഡ് സ്ലൈഡിൽ താഴെ പോയി ജീവനെ 4 ദിവസം ഉള്ളിൽ രക്ഷപ്പെടുത്തുന്ന എല്ലാവരും ഓടിയില്ലേ വയനാട്ടിക്ക് 10 ദിവസം കഴിഞ്ഞാൽ ചെത്തല്ലേ കിടക്കുള്ളൂ അതേപോലെയാണ് ഈ കേസും നിങ്ങൾ ചുമ്മാ ലാഗടിച്ച് പോയാൽ നീതി കിട്ടാണ്ട് മനസ്സ് ചെത്തുപോയി ഡിപ്രഷനിൽ എല്ലാവരും ചെത്തുപോകും തെറ്റ് ചെയ്തവൻ ജാലിയെ കൂള കോടതി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും അവൻ ഹാപ്പി ആയിട്ട് ജീവിക്കും ചിലപ്പോൾ ഒരു ദിവസം മരിക്കും മരിച്ച ശേഷം അവനക്ക് ശിക്ഷ കിട്ടിയിട്ട് കാര്യമല്ല ചിലപ്പോൾ അതുക്കും വകുപ്പ് ഉണ്ടാവാം നിയമത്തില് മരണത്തിന് ശേഷം അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാവും എനിക്കറിയില്ല അതുകൊണ്ട് ചിന്തിക്കുക ലോജിക്കലായിട്ട് ചിന്തിക്കുക താങ്ക് യു രഞ്ജിത്ത് അത് തന്നെയാണ് നടൻ ബാല പറയുന്നത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം പക്ഷെ അത് ഇതിനു മുൻപ് നമുക്കറിയാം സിനിമാ മേഖലയിൽ ഇത്രത്തോളം ഒക്കെ പല നടന്മാർക്കെതിരെ ആരോപണം വന്നിട്ടും ആ കേസുകളൊക്കെ പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി ബാല പറഞ്ഞു വെക്കുന്നു